ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനും ഉണ്ണിയേട്ടനും അപ്പും കൂടിയിട്ട് ഇപ്പോൾ ടൗണിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പുവിനൊരു ചെരുപ്പ് എടുക്കണം എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസമായി. അവൻ്റെ ചെരുപ്പ് പൊട്ടിയിട്ട് 2-3 ദിവസമായി. അപ്പോൾ പിന്നെ ഇന്നാണ് ഒന്ന് ഒഴിവ് കിട്ടിയത് ടൗണിലേക്ക് ഇറങ്ങാനായിട്ട് കേട്ടോ. മോള് വന്നിട്ടില്ല. മോളുടെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനാണ് ഇന്ന്. അപ്പോൾ അവളേനെ അങ്ങോട്ട് കൊണ്ടാക്കിയിട്ട് ഞാനും ഉണ്ണേട്ടനും മോനും കൂടിയിട്ടാണ് ടൗണിലേക്ക് വന്നിരിക്കുന്നത്. അപ്പുവിന് ചെരുപ്പ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ ഞാൻ എൻ്റെ ചെരുപ്പിലേക്ക് ഒന്ന് നോക്കിയപ്പോൾ അത് നല്ലോണം പഴകിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റമൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. എന്നാൽ പിന്നെ എനിക്കൊരു ചെരുപ്പ് എടുക്കാമെന്ന് വിചാരിച്ച് ഞാനൊരു ചെരുപ്പ് വാങ്ങിയിട്ടോ. ചെരുപ്പൊക്കെ വാങ്ങി പുറത്തിറങ്ങി നോക്കിയപ്പോൾ അടിപൊളി ബാൻഡ് സെറ്റ് കേട്ടോ. എന്താണെന്നറിയോ, പുത്തമ്പള്ളി 100ാം വാർഷികത്തിൻ്റെയും അതേപോലെ പെരുന്നാളും ആണ് കേട്ടോ. അതിൻ്റേതായിട്ടുള്ള ആഘോഷങ്ങളാണ് കേട്ടോ ഇവിടെ നടക്കുന്നത്. പിന്നെ ക്രിസ്മസ് വരാറായില്ലേ, അതിൻ്റേതായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ എല്ലാ കടകളിലും ഉണ്ട് കേട്ടോ. നല്ല വെറൈറ്റി സ്റ്റാറുകളും പിന്നെ ക്രിസ്മസ് ട്രീകളും പിന്നെ കുറേ ലൈറ്റുകളും ഒക്കെ ആയിട്ട് നല്ല വെറൈറ്റി സംഭവങ്ങൾ കണ്ടു കേട്ടോ. കടകളുടെ പുറത്തുള്ള ഈ സംഭവങ്ങളൊക്കെ നോക്കി നടന്നു പോകാൻ നല്ല രസമാണ് അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കടകളുടെ പുറത്തുള്ളതും അതുപോലെ കടകളുടെ ഉള്ളിലൊക്കെ ഇങ്ങനെ എന്താ പറയുക ലൈറ്റൊക്കെ ഉള്ളത് ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കാൻ ഒരു രസമല്ലേ. മോൻ എന്തോ ക്രാഫ്റ്റ് ഐറ്റംസിൻ്റെ സാധനങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഫെജിയിൽ കയറിയിട്ടോ. അവിടെ പിന്നെ എല്ലാ സംഭവങ്ങളും നമുക്ക് കിട്ടും. അങ്ങനെ കയറി ഞങ്ങളെല്ലാം തിരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ ഈ എന്താ പറയുക പ്ലാസ്റ്റിക് കവറിൽ ഈ പൊട്ടിക്കണ സാധനമില്ലേ, ചെറിയ ബോള് പോലെ അത് കണ്ടത്. അപ്പം ഞാൻ വേഗം ഒരു കുറച്ച് വാങ്ങിച്ചു കേട്ടോ. നല്ല രസമല്ലേ അത് പൊട്ടിക്കാനായിട്ട്. ഇത് വാങ്ങണ കണ്ടപ്പോൾ പുണ്യേട്ടൻ ചോദിക്കുന്നത് നിനക്ക് വലിയ ഭ്രാന്തുണ്ടാവുന്നു. അപ്പം ഞാൻ പറയും ഇപ്പം ഈ സംഭവം ആര് കണ്ടാലും നമ്മൾ ആ കവർ കാണുമ്പോൾ ഒന്ന് പൊട്ടിക്കണം, അങ്ങനെ പൊട്ടിച്ചിരിക്കാൻ നല്ല രസമല്ലേ. അപ്പം ഞാൻ നേരിട്ടത് ഇങ്ങനെ കിട്ടുന്നത് കണ്ടപ്പോൾ ഞാൻ കുറച്ച് വാങ്ങിച്ചു, അത്രേ ഉള്ളൂ കേട്ടോ. മീറ്ററിന് എത്ര 40 രൂപയും കണ്ടാൽ തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി നേരെ ഇറങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പുത്തമ്പള്ളിയുടെ ഭാഗത്തേക്ക് പോയി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് കാണാൻ. അയ്യോ അടിപൊളിയായിട്ടുണ്ട്. അവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കുറേ നേരം ആ ലൈറ്റ് അറേഞ്ച്മെൻറ്റൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. അപ്പം കുറച്ച് ദൂരെയാണ് കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് നടക്കുകയാണ്. റോഡിലൊക്കെ പടക്കം പൊട്ടിക്കലൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഇടയിലിടയിൽ ബാൻഡ് സെറ്റുകളും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇടയിലിടയിൽ നിൽക്കും, എന്നിട്ട് അതൊക്കെ കാണും, എന്നിട്ട് വീണ്ടും നടക്കും, അങ്ങനെയായിരുന്നു. അപ്പോഴേക്കും മോളേനെ വിളിക്കാൻ സമയമുണ്ടായിരുന്നു. അപ്പോൾ അവളേനെ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ ഒരു 8:30 ആകുമ്പോഴേക്കും വരാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊരു 8 മണിയൊക്കെ 8-8:15 ആയിട്ടാണ് ടൗണിൽ. അപ്പോൾ ഞങ്ങൾ നേരെ പോയി മോളേനെയും വിളിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് വീണ്ടും ബാൻഡ് സെറ്റ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു ആ കൊട്ടും മേളവും ഒക്കെ കാണാനായിട്ട്. കുറേ നേരം അവിടെ നിന്ന് അതൊക്കെ ആസ്വദിച്ചു. അതിനിടയ്ക്ക് നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു, ഭയങ്കര സന്തോഷമായി ഞങ്ങൾക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വ്ളോഗുകളൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി. ബൈ.